ഗർഡർ ആയിരിക്കും. ഇത്രയും വീതിയുള്ള ഒരു ഗർഡറാണ്. അങ്ങനെ ഓരോ ഭാഗങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ഫുൾ ഫില്ലറിന്റെ മുകളിലും ഗർഡറുകൾ വെച്ച് കഴിഞ്ഞു. ഇതാണ് നെറ്റ് ബോൾട്ട് ചെയ്യുന്ന വർക്ക്. കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ വീണ്ടും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ മലപ്പുറം കൂരിയാട്. അപ്പൊ ഇന്ന് നമ്മുടെ കൂരിയാടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ഫുൾ ഫില്ലറിന്റെ മുകളിലും ഗർഡറുകൾ വെച്ച് കഴിഞ്ഞു. ഇനി വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഗർഡർ വെക്കാനുള്ളത്. അതായത് ഈ വരുന്ന ഭാഗത്ത് ഇവിടെ ഒരു തോടുണ്ട്. ആ തോടൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഈ തോടിന്റെ മുകളിൽ രണ്ട് സൈഡിലും പുതിയതായിട്ട് ഫില്ലറുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ആ ഫില്ലറിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ ഒരു ഗർഡറാണ് വരുന്നത്, ഇരുമ്പ് ഗർഡറാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ള വർക്കുകൾ കൊളപ്പുറം ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ടുള്ള ഇരുമ്പ് ഗർഡറിന്റെ നിർമ്മാണങ്ങളൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ നമുക്ക് വലിയൊരു ക്രെയിന്. ഇനി സ്ലാബ് വാർക്കുന്ന വർക്കുകളാണ് വരാനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വർക്കുകളൊക്കെ അവിടെ ഷീറ്റ് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ വരുന്ന ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയർ, ഫുട്പാത്ത് പോലുള്ള ഭാഗങ്ങളൊക്കെ സ്ലാബ് ചെയ്ത് കഴിഞ്ഞു. വളരെ വേഗത്തിലാണ് നമ്മുടെ മലപ്പുറം കൂരിയാട് വർക്കുകൾ നടക്കുന്നത്. ഇനി ഒരേ ഒരു ഭാഗത്താണ് ഗർഡറിന്റെ വർക്കുകൾ നടക്കാനുള്ളൂ. ഈ കാണുന്ന ഭാഗത്തും ഉണ്ട് കേട്ടോ. ഈ ഭാഗത്ത് സിമെന്റ് ഗർഡർ ആയിരിക്കും വരുന്നത്. അപ്പൊ ഇവർക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ക്രെയിനുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയുള്ള ഇരുമ്പ് ഗർഡറിന്റെ നിർമ്മാണമാണ് ഇനി നടക്കാനുള്ളത്. അപ്പൊ അത് സെറ്റ് ചെയ്യുന്നത് കൊളപ്പുറം ഭാഗത്താണ്. കൊളപ്പുറം ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അവിടെയാണ് എല്ലാ ഗർഡറുകളും അവിടെയാണ് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ കൊളപ്പുറം ഭാഗത്ത് ഇരുമ്പ് ഗർഡറിന്റെ സെറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള തോടിന്റെ മുകളിൽ കുറച്ച് ലെങ്ത് കൂടിയൊരു ഭാഗമാണ്. അപ്പോൾ ആ ലെങ്ത് കൂടിയത് കൊണ്ട് രണ്ട് സൈഡിലും വലിയ ഫില്ലറിന്റെ വർക്കൊക്കെ കാണാം. ഫില്ലർ ഇവിടെ കാണാം. അപ്പോൾ കുറച്ച് ലെങ്ത് കൂടിയതായതുകൊണ്ട് ഇരുമ്പ് ഗർഡർ ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് ഭാഗത്തും വീണ്ടും പഴയ റോഡിന്റെ ഭാഗങ്ങളൊക്കെ എടുത്തു മാറ്റുന്നുണ്ട്. കട്ട ഉള്ള മണ്ണ് നിറച്ച ഭാഗങ്ങളൊക്കെ എടുത്തു മാറ്റുന്നുണ്ട്. ഒരുപക്ഷെ അവിടെ ക്ലിയർ ചെയ്ത് ഈ ക്രെയിനൊക്കെ നിർത്താൻ വേണ്ടിയിട്ടുള്ളതായിരിക്കാം. അവിടെ മണ്ണൊക്കെ എടുത്തു മാറ്റുന്നത് കാണാം. അപ്പൊ ഈ ഭാഗത്താണ് ഇനി ഇരുമ്പിന്റെ ഗർഡർ വരാനുള്ളത്. അപ്പൊ എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ മുകളില് ഇത് ചെറിയ ബോക്സുകളൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കട്ടകൾ വെക്കാറില്ല, ആ കട്ടകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഇനി അങ്ങോട്ടൊന്നും ഒരു വർക്കും വരാനില്ല. സ്ലാബിന്റെ വർക്കുകൾ സെന്റർ ഭാഗത്തൊക്കെ സ്ലാബ് വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇരുമ്പ് ഗർഡർ വെച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിന്റെ മുകളിൽ കോൺക്രീറ്റ് സ്ലാബ് വരുന്ന വർക്കുകളായിരിക്കും. അപ്പൊ ഇവിടെ എന്തോ കുറച്ച് ഭാഗത്ത് മണ്ണ് വീണ്ടും നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാഗത്ത് ട്രെയിൻ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഭാഗങ്ങളായിരിക്കാമെന്നാണ് തോന്നുന്നത്. പിന്നെ അവിടെ കട്ട വെച്ചുള്ള വാളൊക്കെ വരാനുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടി സെറ്റ് ചെയ്യാനുള്ള ഒരു തുടക്കം തന്നെയാണെന്ന് തോന്നുന്നത്. വളരെ വേഗത്തിൽ വർക്കുകൾ എല്ലാ ഭാഗത്തും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെയൊക്കെ എന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ. ഇതാണ് പഴയ റോഡിന്റെ ഭാഗങ്ങൾ. വീണ്ടും അവര് ഇങ്ങനെ മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ വർക്ക് എങ്ങനെയാണെന്ന് കറക്റ്റ് അറിയില്ല കേട്ടോ. ഇനി അവിടെ കോൺക്രീറ്റ് വാള് വരാനുള്ളതാണോ കറക്റ്റ് അറിയില്ല. എന്നാലും അവര് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട്. ഇതാണ് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോഴുള്ള കാഴ്ച. കുറേ പ്രവാസി സുഹൃത്തുക്കളൊക്കെ കമന്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ എഴുതുന്നുണ്ട്. വളരെ വലിയ നന്ദി. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനിയും കമന്റിലൂടെ തരിക. നിങ്ങളുടെ സപ്പോർട്ടാണ് മുന്നോട്ടുള്ള യാത്രകള്. അപ്പൊ ഇതാണ് നമ്മളെ ഇവിടെ വന്നിട്ടുള്ള തോട്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്ത് കുറച്ച് വീതി കൂടിയ ഒരു ഭാഗം പോലെ ആയിട്ടുണ്ട്. ഒരു പാടത്തിന്റെ ഭാഗമൊക്കെ മണ്ണിട്ട് നികത്തിയിട്ടുണ്ട്. അത് ഈ ഭാഗത്ത് എന്തെങ്കിലും ബ്ലോക്കുകളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ആ സൈഡിലൂടെ വാഹനങ്ങൾ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു ഭാഗം കാഴ്ച. ഗർഡറുകൾ മുഴുവനായിട്ടും വെച്ച് കഴിഞ്ഞു. ഇനി രണ്ട് ഭാഗത്താണ് വരാനുള്ളത്. അതില് ഒരു ഭാഗത്ത് ഇരുമ്പ് ഗർഡറാണ്. ഈ ഷീറ്റ് വർക്ക് ചെയ്യുന്നത് നമുക്ക് പോയി നോക്കാം. ആ ഭാഗത്തൊക്കെ
മുകളിൽ സ്ലാബിന് വേണ്ടിയിട്ടുള്ള ഷീറ്റ് വർക്കുകൾ അവിടെ കാണുന്നുണ്ട്. ഷീറ്റ് വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ഷീറ്റ് വർക്ക് കുറച്ച് കാണുന്നുണ്ട്. സെന്റർ ഭാഗത്തില് സീറ്റ് വർക്ക് കഴിഞ്ഞ ഭാഗത്ത് സ്ലാബ് വാർത്തിട്ടുണ്ട് കേട്ടോ. വലിയ കണ്ടെയ്നർ ലോറികളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഹൈവേയിലൊന്നും നിർത്താൻ പറ്റാത്തതുകൊണ്ട് ഇതുപോലുള്ള ഏരിയയിലൊക്കെ കൊടുന്നിട്ടാണ് അവര് റെസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും ഇപ്പോഴും ഒരു ട്രക്കുകളൊക്കെ നിർത്താനുള്ള ഒരു സ്പേസുകൾ വളരെ കുറവാണ്. അപ്പോൾ വളരെ ഡേഞ്ചർ പിടിച്ചൊരു ഏരിയ കൂടെയാണ് നടക്കുന്നത്. മുകളിലോട്ട് നോക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. അലയിലേക്ക് എന്ത് വീഴോ വിചാരിച്ചിട്ടാ. അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ മുകളിലേക്ക് കാണാൻ നമുക്ക് ഓരോ വെള്ളമൊക്കെ ഒഴുകി പോകാൻ വേണ്ടിയിട്ട് ഓരോ ഭാഗത്ത് ഹോളുകളൊക്കെ കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ സ്ലാബിന്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഈ സെന്റർ ഭാഗത്ത് കുറെ മണ്ണ് കൂട്ടിയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ എടുത്തു മാറ്റുന്നുണ്ട്, എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ആവശ്യമായിട്ടുള്ള നനച്ചു കൊടുക്കുന്ന വെള്ളമൊക്കെ കൊണ്ടുവരുന്ന വണ്ടിയാണത്. അപ്പൊ റോട്ടിലൊക്കെ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട്, പൊടി പാറിയിട്ടുള്ള ഭാഗത്തൊക്കെ. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ വലിയ ലോറികളൊക്കെ ഇവിടെ ഇങ്ങനെ കൂട്ടി നിർത്തിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അടിപൊളിയായിട്ട് വർക്കുകൾ കഴിഞ്ഞ ഭാഗം തന്നെയാണ് കാണുന്നത്. കണ്ടില്ലേ, ഈ ഭാഗത്തൊക്കെ സ്ലാബ് ചെയ്ത് കഴിഞ്ഞു. സ്ലാബിന്റെ വർക്കുകൾ കഴിഞ്ഞ ഭാഗങ്ങളാണ്. ചെറിയ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ കുറച്ച് ഇരുമ്പ് കമ്പികളൊക്കെ എടുത്തു മാറ്റാനുണ്ട്. എത്ര പെട്ടെന്നാണ് ഇവര് വർക്ക് കംപ്ലീറ്റ് ആക്കിയത്. ഇതുപോലെ എല്ലാ ഭാഗത്തും വർക്കുകൾ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇനി വരാനുള്ളത് മലപ്പുറം ജില്ലേന്റെ ഭാഗത്തുള്ളത് നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്താണ്. കുറ്റിപ്പുറം ഭാഗത്തും വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട് ഭാഗത്ത് ആയിരുന്നു കുറച്ച് സമയം എടുത്തിരുന്നത്. ആ ഭാഗത്ത് അവിടെയും ഗർഡറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലാസ്റ്റ് പോയി നോക്കാം ഇരുമ്പ് ഗർഡറിന്റെ നിർമ്മാണം എങ്ങനെയാണെന്ന്. അപ്പൊ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണാം ആദ്യം. താഴ്ഭാഗം തന്നെ വലിയൊരു മാറ്റം വന്ന പോലെ, വേറെ എവിടെയോ ആയ പോലെ. നേരത്തെ ഉണ്ടായിരുന്ന കൂരിയാടും ഇപ്പോഴുള്ള കൂരിയാടും തമ്മിൽ വലിയൊരു മാറ്റം തന്നെ വന്ന പോലെ. ഈ പണി ഇവര് നേരത്തെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും പ്രയാസപ്പെടേണ്ടി വരില്ലായിരുന്നു ആളുകൾക്ക്. നേരത്തെ തന്നെ വർക്ക് കഴിഞ്ഞ ഒരു ഭാഗമായിരുന്നു. ആ സമയത്താണ് ലാസ്റ്റ് ദിവസം ഞാനൊരു വീഡിയോ വരെ ചെയ്യാൻ വിചാരിച്ചിരുന്ന ദിവസമായിരുന്നു. ഫൈനൽ വർക്ക് കഴിഞ്ഞു കൂരിയാട്. ആ ദിവസമാണ് ഇവിടെ പെട്ടെന്ന് റോഡ് തകർന്നു പറഞ്ഞ വാർത്തകളൊക്കെ കേട്ട് ഓടി വരുന്നത്. അപ്പൊ ഇതാണ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ അണ്ടർപാസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അണ്ടർപാസിന്റെ ഭാഗത്തേക്ക് വരുന്ന ഭാഗത്തൊക്കെ ഗർഡർ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വളഞ്ഞൊരു ഭാഗമായിട്ട് വരുന്നൊരു ഇതാണ്. ആ ഷീറ്റ് വർക്ക്, ഇവിടെയും ഷീറ്റ് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഷീറ്റ് വർക്ക് ഇനി കോൺക്രീറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഈ സൈഡില് സ്ലാബിങ് കഴിഞ്ഞിട്ടുണ്ട്. ഷീറ്റ് വർക്ക് കഴിഞ്ഞ ഭാഗത്ത് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ മുകളിൽ നിന്ന് വെള്ളമൊക്കെ ഉറ്റി വീഴുന്നുണ്ട്. അപ്പൊ അടുത്ത കോൺക്രീറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്ന ഒരു ഭാഗം ഇതാണ്. ഈ ഭാഗത്ത് ഇവിടെ സ്ലാബിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഷീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ വേഗത്തിലാണ് മലപ്പുറം കൂരിയാട് വർക്കുകൾ നടക്കുന്നത്. ഇനി വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് വർക്ക് നടക്കാനുള്ളത്. കൊളപ്പുറം ഭാഗത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. റോഡില്, സർവീസ് റോഡിലൊക്കെ ചെറിയ ബ്ലോക്ക് ഇങ്ങനെ ഈ ഹൈവേയിലേക്ക് കയറി പോകുന്ന ഭാഗത്ത് കാണാം. ഇവിടെ വെച്ചാണ് ഗർഡർ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് അടുത്ത് പോയി നോക്കാം. അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോ കാണാം വളരെ വലിയൊരു ഗർഡറാണ് ഇവിടെ വെച്ച് സെറ്റ് ചെയ്യുന്നത്. കുറച്ച് നീളം കൂടുതലാണ്. നമ്മുടെ സാധാരണയൊക്കെ കാണുന്നതിലും കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് ഹെവി കാണാം. നോക്കി, ഈ കാണുന്ന ഇത്രയും ലെങ്തി ആയ ഒരു ഗർഡറാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഭാഗത്തുകൊണ്ട് ഇവിടെ നെറ്റ് ബോൾട്ടുകളൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യുകയാണ്.
അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്രെയിന്. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ ഇതുപോലെയുള്ള നെറ്റ് ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് ചേറ്റുവ പാലത്തിൻ്റെ വർക്കിൻ്റെ ഒക്കെ കാണിച്ചിരുന്നത്. ഇതാണ് വലിയ നെറ്റ് ബോൾട്ടുകളൊക്കെ ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓരോ ഷീറ്റിൻ്റെ കനം കണ്ടില്ലേ, എത്രയും വലിയ ഷീറ്റുകളാണ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വളരെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. 1 2 3 4 5 പീസുകളാണ് ഒരു ഗർഡറിന് വരുന്നത്. 5 പീസായിട്ടുള്ള ഓരോ ഭാഗങ്ങളാണ് ഒരു ഗർഡറിന് വരുന്നത്. അത്രയ്ക്കും വലിയ ഒരു ഗർഡറാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ആ ഭാഗത്തൊക്കെ ഉണ്ട്. ഇനിയും കുറേ ആ ഭാഗത്തൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ഇതാണ് നെറ്റ് ബോൾട്ട് ചെയ്യുന്ന വർക്ക്. അപ്പൊ ഇവിടെ കാണാൻ നമുക്ക് ഫുൾ ഭാഗങ്ങൾ സെറ്റ് ചെയ്ത കുറെ ഗർഡറുകൾ. ഇനി ഇത് ഇവിടുന്ന് എടുത്തു കൊണ്ടുപോകാനുള്ളതാണ്. അപ്പോൾ അവിടെ വർക്ക് തീരുന്നതിനനുസരിച്ച് ഓരോ ഭാഗങ്ങൾ സെറ്റ് ചെയ്തത് ഇവിടുന്ന് ഇങ്ങനെ എടുത്തു കൊണ്ടുപോകാനുള്ളതാണ്. ഇവിടെ ഒരു സ്റ്റാൻഡിന്റെ മുകളിലാണ് ഇത് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുള്ളത്. വളരെ വേഗത്തിൽ ഇവിടുന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വർക്കേഴ്സ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ എൻജിനീയർമാരുണ്ട്, എല്ലാവരും ഉണ്ട് ഇവിടെ. വളരെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാം നമുക്ക് ഒരു 2 ഇതുപോലുള്ള ഗർഡറുകൾ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ള ഒരു രീതിയിലാണ്. അപ്പുറത്തെ ഒരു ഷീറ്റ് പോലുള്ള കാര്യം കണ്ടില്ലേ, ഇത് ഇവിടെ ഒരെണ്ണം ഉണ്ട്. അങ്ങനെ 2 കൂടെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വലിയ ഗർഡറാക്കി മാറ്റുന്നത്. ഒരു 5 അടി ഹൈറ്റുള്ള ഒരാള് എണീറ്റ് നിന്നാല് കൈ ഉയർത്തിയാലൊന്നും തട്ടാത്ത അത്രയ്ക്കും ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ ഗർഡറിന്. അത്രയ്ക്കും വലിയൊരു ഗർഡറാണ് ഇത്. അപ്പോൾ വർക്കുകൾ ഇങ്ങനെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. വലിയൊരു ക്രെയിൻ ഇവിടെ കാണാം നമുക്ക്. ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാനുള്ള ഇവിടേക്ക് വരുമ്പോൾ ഇതിൻ്റെ പീസുകൾ കാണാം, കുറേ പീസുകൾ. ഈ റോഡ് മുഴുവനായിട്ട് ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കാണ് നടക്കുന്നത്. വർക്കേഴ്സ് ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഭാഗങ്ങളിൽ ഇവിടെ വേറൊരു കണ്ടില്ലേ, ഇത് ചെയ്യുന്ന വർക്കേഴ്സിന് വളരെ ഹാപ്പിയാണ്. നമ്മളെ വീഡിയോയിലൊക്കെ വരാൻ വേണ്ടിയിട്ട് കണ്ടില്ല, ഇങ്ങനെയാണ് ഇത് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഭാഗം ഇങ്ങനെ ജോയിൻറ്റ് ചെയ്യുന്നുണ്ട് സെൻറ്റർ ഭാഗത്ത്. അപ്പോൾ ഇത്രയും വീതിയുള്ള ഒരു ഗർഡറായിരിക്കും, ഇത്രയും വീതിയുള്ള ഒരു ഗർഡറാണ്. അങ്ങനെ ഓരോ ഭാഗങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ബായികളാണ് ഇത് ചെയ്യുന്ന വർക്ക്. വളരെ ഹാപ്പിയാണ് അവര്. നാം ബോലോ ഗുൽനവാസ്, മുഹമ്മദ് അഫ്സൽ, ഫൈസൽ ഖാൻ, സൈദ് ഖാൻ. അപ്പോൾ വളരെ സന്തോഷത്തിലാണ് അവർ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതുപോലുള്ള ചെറിയ പീസുകൾ, അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവരെയൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ വളരെ ഹാപ്പിയിലാണ് അവർ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഭാഗത്തേക്ക് കാണിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ ഭാഗമാണ്. ഇതിൽ കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ, വാഹനങ്ങളൊക്കെ പോയിരുന്ന്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ളൊരു കാഴ്ച ഇതാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.